അമൽ അനുശ്രീ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് 3-4 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയ ഭയങ്കര ചർച്ചാ വിഷയമായതാണ് അമലിന്റെയും അനുശ്രീയുടെയും വിഷയത്തിനെ കുറിച്ചാണെങ്കിൽ പോലും ആർക്കും പിടികിട്ടിയില്ല ഇവരുടെ മരണത്തിനെ കുറിച്ച്. രണ്ടുപേരും ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. ഡിസംബർ 26-ാം തീയതി രണ്ടുപേരും കല്യാണം കൂടെ ആയിരുന്നു. 2 മാസം മുമ്പ് അവരുടെ നിശ്ചയം കാര്യങ്ങളും എല്ലാം കൂടെ കഴിയുകയും ചെയ്തതായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിന്റെ ഒരു എൻഡ് ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു ന്യൂസ് കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇടുക്കി ന്യൂസ് എന്ന് പറഞ്ഞ ഇതിനകത്ത് വന്നതാണ്. അതിനകത്ത് അവർ മരിക്കാനുള്ള കാരണങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അനുശ്രീയുടെ സ്ഥലം എന്ന് വെച്ചാൽ കാസർഗോഡ് പള്ളിക്കര പൂച്ചക്കാട് കാട്ടാമ്പള്ളി സ്വദേശിയാണ് അനുശ്രീ. SBI യിലാണ് ജോബ്, 25 വയസ്സ്. എറണാകുളം MG റോഡ് ജോലി ചെയ്യുന്ന അമൽ 26 വയസ്സ്. ആഗസ്റ്റ് 8 പായത്തെ അനുശ്രീയുടെ വീട്ടിലാണ് ഇവർ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന അമൽ ഇപ്പോൾ ഒരു വീടും കാര്യങ്ങളൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെയും പോയി സൈറ്റിലൊക്കെ പോയി എല്ലാം നിന്നിട്ട് അന്നത്തെ ദിവസം തോന്നി ഈ പറയുന്ന കുട്ടിയുടെ വീട്ടിലാണ് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആ ഫാമിലിയും അവരുമായിട്ട് എത്ര ഇതാണെന്നുള്ള രീതിയിലാണ്. പെട്ടെന്ന് ആണ് ഈ ഒരു സംഭവം. അന്ന് വീട്ടിലെ എന്റെ പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും കൂടെ ഒരാൾ മൈസൂരിലോട്ടും ഒരാൾ എറണാകുളത്തോട്ടും പോയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് അറിയുന്നൊരു വിവരം എന്താണെന്ന് വെച്ചാൽ മരണത്തിന്റെ കാര്യമാണ്. ഈ പെൺകുട്ടിയുടെയും ചെറുക്കന്റെയും മരണത്തിന്റെ കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്താണ് സംഭവം എന്നുള്ള രീതി ഞാൻ പറയാനൊന്നും ഊഹിക്കാന്നേ ഉള്ളൂ. മൈസൂരുള്ള കുൻസൂർ എന്ന് പറയുന്ന ബ്രാഞ്ച് സ്റ്റാഫാണ് ഈ പറയുന്ന അനുശ്രീ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ അവിടെ ഒരു അടുത്തൊരു വീട്ടിലെ വാടകയ്ക്കാണ് പുള്ളിക്കാർ താമസിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. ഈ വാടകയ്ക്ക് താമസിച്ചതിന്റെ പിറ്റേന്ന് കൂട്ടുകാർ വന്ന് കണ്ടപ്പോഴാണ് ഈ ആള് മരിച്ച നില കാണാനിടയൊക്കെ ചെയ്തത്. അപ്പം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ചെറുക്കന താമസിക്കുകയും ചെയ്ത് അവസാനം ഈ വിവരം അറിഞ്ഞ് പുള്ളി ഒരു ലോഡ്ജ് മുറി എടുത്തിട്ടാണ് പുള്ളി തൂങ്ങി മരിക്കുകയും ചെയ്ത്. കൂട്ടുകാരെ വിളിച്ച് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരോടെല്ലാം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പോയി ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ എത്രയൊക്കെയാണ് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഇനി എനിക്ക് ഇന്ന് കിട്ടിയ ഒരു ന്യൂസും കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. അച്ഛൻ്റെ പേര് പെണ്ണിൻ്റെ അച്ഛൻ ഒരു ചന്ദ്രൻ, അമ്മയുടെ ഒരു റീന, പിന്നെ ഒരു അനീതിയും കൂടെ ഉണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അവർ തന്നെ ആവപ്പാടെ ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയിലാണ്. ഇതെന്താ സംഭവം, ഒരു കുഴപ്പമില്ലാതെ പോയ മകൾക്ക് ഇതെന്ത് പറ്റി? ഇപ്പോൾ കർണാടകയിലെ ആൾക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ കൊടുത്തേക്കുക. പറ്റുവാണെങ്കിൽ പരമാവധി ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പം ചാനൽ ഒന്ന് സബും കൂടെ ചെയ്തു. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടി ഇനിയും വരും. എല്ലാവരും ഒന്ന് സബ് ചെയ്തു. നമുക്കത് ന്യൂസിലോട്ട് പോകാം. പറ്റിക്കാനിട്ട് കുരുക്ക് കഴുത്തിൽ മുറുങ്ങിപ്പോയതാണ് ഈ 2 മരണത്തിനും കാരണമെന്ന് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. നിസാരമായ പിണക്കങ്ങൾക്കാണ് പലവരും ജീവൻ വെച്ച് കളിക്കുന്നത്. അത് ശരിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോൾ ഞാനിപ്പോൾ തൂങ്ങാൻ പോകാമെന്നും പറഞ്ഞിട്ട് പെണ്ണ് കയറി തൂങ്ങാൻ പോകും, അല്ലെങ്കിൽ ചെറുക്കൻ പോയി തൂങ്ങാൻ പോകും. അഭിനയിക്കാൻ നോക്കുന്നതായിരിക്കും. കാല് തന്നെ നമ്മൾ ചില റീൽസൊക്കെ കാണാറില്ലേ, അതുപോലൊക്കെ തന്നെ അതാണ് ഇതിനകത്ത് പറയുന്നത്. ഞാൻ എന്തായാലും മൊത്തമായിട്ട് വായിക്കാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഈ 2 മരണത്തിനും കാരണം കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. നിസ്സാരമായ പിണക്കങ്ങളാണ് പലരും ജീവൻ വെച്ച് കളിക്കുന്നത്. 2 മരണം കൊണ്ട് എത്ര പേർക്കാണ് നഷ്ടമുണ്ടായത്? അടുത്തിടെ ദാരുണമായി മരണപ്പെട്ട അനുശ്രീ അമന്നി പ്രതിശുദ്ധ വധുവരന്മാരുടെ മരണം ഒരു നിമിഷത്തെ അശ്രദ്ധേയമായ തീരുമാനത്തിൽ പറ്റിയെന്ന് ആണ് കർണാടക പോലീസ് സൈബർ സെല്ലിന്റെ പ്രാഥമിക നിഗമനം. SBI ബാങ്ക് ജീവനക്കാരായ ഇരുവരുടെ വിവാഹം ഡിസംബർ നടക്കേണ്ടതായിരുന്നു. ആഗസ്റ്റ് 11 രാത്രി ഇരുവരും ഫോണിൽ സംസാരിക്കുന്നതിന് ഇടയിൽ ചെറിയൊരു പിണക്കം ഉണ്ടായി. തുടർന്ന് അനുശ്രീ ദേഷ്യത്തിൽ പറ്റിക്കാനായി ആത്മഹത്യ ഭീഷണി മുഴുക്കുകയും വീഡിയോ കോൾ ഓൺ ചെയ്ത് വെച്ച് മുറിയിൽ സ്റ്റൂളിൽ കയറി ചുരിദാർ ഷാള് കഴുത്തിൽ കെട്ടുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി കാലി കീഴിൽ സ്റ്റൂള് തെന്നി മാറുകയും ഷാള് കഴുത്തിൽ മുറങ്ങി അനുശ്രീ മരണപ്പെടുകയുമായിരുന്നു. എന്നാൽ വീഡിയോ കോളിലൂടെ ഈ ഒരു ദാരുണ സംഭവം തത്സമയം കാണേണ്ടി വന്ന അമല് പരിഭ്രാന്തനായി. ഉടൻ തന്നെ അനുശ്രീയുടെ വീട്ടുകാരുടെ വിവരം അറിയിച്ചു. വീട്ടുകാർ കർണാടകയിലേക്ക് തിരിക്കുകയും അനുശ്രീയെ രക്ഷിക്കാനായില്ല. ഈ കടുത്ത മാനസിക വിഷമത്തിൽ അമൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ സമീപമുള്ള ഹോട്ടലിൽ മുറിയെടുക്കുകയും അവിടെ വെച്ച് ജീവൻ വെടിയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ചില റിപ്പോർട്ടുകൾ കാണാം. ഓക്കെ, ഇനി അടുത്ത് എന്താന്ന് വെച്ചാൽ ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനമാണ് 2 ജീവനും പൊലിക്കാൻ കാരണമായത്. 2 വീട്ടുകാർ സന്തോഷം എന്നേക്കുമായി ഇല്ലാതാകുകയും കേവലം വാശിപ്പുറത്ത് കാണിക്കേണ്ട ഒന്നല്ല ജീവൻ വെച്ചുള്ള കളി. ഒരു ജീവൻ നഷ്ടമാകുമ്പോൾ എത്രമാത്രം ജീവിച്ചിരിക്കുന്നവർ വില കൊടുക്കേണ്ടി വരും എന്നൊരു സംഭവത്തിൽ നിന്ന് ദൃശ്യാശയായത്. പിന്നെ അതുപോലെ തന്നെ കമന്റ്സ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇതായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റ്സ്, അത് ഞാനും ആലോചിച്ച് ഇത് എന്ത് കഥയാണെന്നുള്ള രീതിയില്ല. ഇങ്ങനെ വരാൻ പറ്റുമോ? ഇതെല്ലാം വായിച്ചു നോക്കിയപ്പം ഇങ്ങനൊരു കഥ ഇനി ഇവർ തന്നെ അടിച്ചിറക്കിയതാണോ? ഇനി കർണാടകയിലെ പോലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവന്മാർ പോലി തപ്പി പോവുക. അത് ഏത് ഭരണമാണെങ്കിൽ പോലും അവന്മാർ ആ ഒരു രീതി മാത്രമേ എടുക്കത്തുള്ളൂ. അവന്മാർ അത്ര സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. ഒന്നാമത് കേരളത്തിലെ ആൾക്കാർ ഇതുപോലെ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ ഒരു രീതിയിൽ അവന്മാരത് കാണത്തുള്ളൂ. ഒരു ആത്മാർത്ഥയും അവന്മാർക്കില്ല. കേസ് അന്വേഷിക്കാനോ അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ ആ പയ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ നെഞ്ചത്തോട്ടെല്ലാം വന്നേനെ. ഇതിപ്പം പുള്ളി ആകപ്പാടെ ടെൻഷൻ അടിച്ച് ആകപ്പാടെ എന്താ കൺമുന്നിൽ അത് കണ്ടു എന്നുള്ള രീതിയിലാണ് പുള്ളി പോയി ആ ഒരു കാര്യം ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നെ അതുപോലെ ഈ പോസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി കയറി തൂങ്ങിയപ്പം പെൺകുട്ടിയുടെ വീട്ടിൽ ചെറുക്കനാണ് വിളിച്ച് പറഞ്ഞത് അവർ
കർണാടകയിലോട്ട് പോയി രക്ഷിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ലെന്നും കൂടെ ഉണ്ടായിരുന്നു ആ പോസ്റ്റിൽ. എന്തോ ഈ പോസ്റ്റിൽ അത്ര ജെന്യൂൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വേണമെങ്കിലും പറയാം. ഇനി കുറച്ച് കമൻറ്റ്സ് ചെയ്യാൻ വായിച്ചു തരാം നിങ്ങൾക്ക്. ഈ കമൻറ്റ്സ് ആണ്. ഓക്കെ, ഇങ്ങനെയും കഥകൾ ഇറക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് കഥ ഇറക്കുകയാണോ ഇല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം കാണാതിരിക്കത്തില്ല, ഉറപ്പാണ്. ഇനി ആ ചെറുക്കൻ്റെ ഫോൺ മേടിക്കണം, സെർച്ച് ചെയ്യണം, തപ്പി നോക്കി അറിയാം. അതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും ഇടപാടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നോ ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഈ അങ്ങനെയൊന്നും പെട്ടെന്ന് ആരും മരിക്കില്ല, വേറെ എന്തോ റീസൺ ഉണ്ടെന്നുള്ള രീതിയിൽ വേറൊരാൾ കമൻറ്റ് ഇടുന്നുണ്ട്. അങ്ങനെ പിന്നെ തിരക്കഥ വലിയ കെട്ടുറപ്പില്ലല്ലോ, അടുത്ത ഉടനെ ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ വേറൊരു കമൻറ്റ്. ഇതും വേറൊരു കമൻറ്റ് വരാനിടയാണ്. ഇതൊക്കെയാണ് ഇപ്പം മൊത്തത്തിൽ ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നിട്ട് കുറച്ചും കൂടെ കമൻറ്റ്സ് ഞാൻ നിങ്ങളെ കാണിച്ചാൽ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഓരോ കമൻറ്റും കാര്യങ്ങളൊക്കെ. അവർ മരിച്ചു കഴിഞ്ഞിട്ട് അഡ്മിനെ വിളിച്ച് പറഞ്ഞതാണ്, അതിലേക്ക് അഡ്മിൻ ഇട്ടതാണെന്ന് പറയണം. അവർ മരിച്ചു കഴിഞ്ഞിട്ട് അഡ്മിനെ വിളിച്ച് പറഞ്ഞതാണോ എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ഇടുക്കി ന്യൂസിലാണ് ഇതിനകത്ത് കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തത്. അങ്ങനെ ഈ കേസ് ഒരിക്കലും ഇങ്ങനെയൊന്നും തോന്നില്ല, കേട്ടാലേ അറിയാം കള്ളത്തരമാണെന്ന്. SBIയിൽ ഇത്രയും ചെറിയ വയസ്സിൽ ജോലി കിട്ടിയവർ ഇത്രയും ബുദ്ധിമുട്ടില്ലാത്ത പണിക്ക് നിൽക്കില്ല എന്നുള്ള രീതിയിൽ. ഇത് കേട്ടാലേ അറിയാം കള്ളക്കഥയാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ ആ പെണ്ണിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് മെസ്സേജ് ഇപ്പം പുള്ളിക്ക് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണെന്ന് മാത്രം അറിയാം, റീസൺ അറിയില്ല, ആർക്കൊന്നും റീസൺ അറിയില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. റീസൺ എന്തെങ്കിലും അറിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്പായേനെ, നമുക്ക് കുറച്ചും കൂടെ. ഓക്കെ, എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എവിടെയും എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തപ്പിപ്പിടിച്ച് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവരും, കൂട്ടുകാരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർക്കൊന്നും ഇത് റീസൺ അറിയത്തില്ല. ഇത് പോലീസുകാർക്ക് മാത്രമേ ഉള്ളൂ. ഇത് പോരാത്തതിന് മൈസൂരും അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ന്യൂസുകാർ ഉൾപ്പെടെ ആണെങ്കിലും ഈ ഒരു കേസ് കൈവഴിയോ, ന്യൂസുകാർ ഉൾപ്പെടെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാമെന്നേ ഉള്ളൂ ഈ ഒരു കേസായിട്ട് എന്താണെന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് കർണാടക ആകുമ്പോൾ ഒരു ഹോപ്പും ഇല്ല, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഓക്കെ, എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.